നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെട്ടുവോ അഗ്രചർമ്മം വരുത്തരുത്. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ പരിച്ഛേദന ഏൽക്കരുത്. പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല. ദൈവകൽപ്പന പ്രമാണിക്കുന്നതത്രേ കാര്യം. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ എന്നുള്ള അനുഗ്രഹീത വചനമാണ്. പൗലോസിനോട് ചോദിക്കുന്നതായ ചോദ്യങ്ങളാണ് അഗ്രചർമ്മത്തെക്കുറിച്ചും പരിച്ഛേദനയെക്കുറിച്ചുമുള്ളതായ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് പൗലോസ് നൽകുന്നതായ മറുപടി എന്ന് പറയുന്നത് അഗ്രചർമ്മത്തിനോ പരിച്ഛേദനയ്ക്കോ അല്ല പ്രാധാന്യതയുള്ളതെന്നും അത് പഴയ നിയമത്തിൻ്റെ പ്രമാണമായിരിക്കുന്നു എന്നും മതപണ്ഡിതന്മാരായ ആളുകൾ അത് അനുവർത്തിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കെ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പരിച്ഛേദനയൊന്നുമില്ല, അഗ്രചർമ്മവും ഒന്നും ഇല്ല. ദൈവകൽപ്പന പ്രമാണിക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ വാക്കിലൂടെ പൗലോസ് ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർമാചാരങ്ങളെക്കാൾ വലുത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കാണ്, ദൈവിക കൽപ്പനകൾക്കാണ് എന്നുള്ളതായ പദമാണ്. കർത്താവിനോട് ഒരിക്കൽ ചോദിച്ചു, മുഖ്യ കൽപ്പന എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, സ്നേഹമാണ് ഏറ്റവും വലിയ കൽപ്പന, ഏറ്റവും വലിയ പ്രമാണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. മാത്രമല്ല പുതിയ നിയമ ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു കഴിഞ്ഞാനന്തരം 11 കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നതായ പത്രോസ് പുതിയ നിയമ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളെക്കുറിച്ച് കൃത്യമായി ആ വാക്കുകളിൽ ഓർപ്പിക്കുന്നുണ്ട്. ആ ദൈവിക കൽപ്പനകൾ കേട്ടതായ ആളുകൾ പത്രോസിൻ്റെ അരികത്ത് കടന്നു വന്ന് രക്ഷ പ്രാപിപ്പാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ കൽപ്പനകളെ പ്രമാണിപ്പാൻ അവരെ ബോധവാന്മാരാക്കുന്ന വാക്കുകളും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കൊരിന്ത്യ വിശ്വാസികൾ പൗലോസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പൗലോസും അതുതന്നെയാണ് പറയുന്നത്. അഗ്രചർമ്മമോ പരിച്ഛേദനയോ ഒക്കെ അതിൻ്റെ വഴികളിൽ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, അതിന് വലിയ പ്രാധാന്യത, അത് ഏറ്റവരും ഏൽക്കാത്തവരെയും ഒന്നും നമ്മൾ കൂടുതൽ പ്രാധാന്യതയോടെ ചിന്തിക്കുകയോ അവരോട് വാദിക്കുകയോ തർക്കിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അതിനേക്കാളൊക്കെ വലുത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ്, ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്നതിനാണ് പ്രാധാന്യമെന്നും ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ വസിക്കുവാൻ കൂടുതൽ ഉത്സാഹമുള്ളവരായി തീരണമെന്നുമാണ് ആ വാക്കുകളിൽ ഓർപ്പിച്ചിട്ടുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനാവശ്യമായ തർക്കവാദങ്ങളും ചോദ്യോത്തരങ്ങളുമായി നാം മുൻപോട്ട് പോകുന്നതിനപ്പുറത്ത് ദൈവത്തോടും ദൈവവചനത്തോടും കൂറ് പുലർത്തുകയും ദൈവിക കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് കഴിക്കുകയും ചെയ്യുവാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.
കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾ കേവലം മാനുഷിക കണ്ണുകൾക്ക് കാണുന്ന ചില പ്രക്രിയയിലൂടെ രക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മുൻപോട്ട് പോവുകയല്ല. അതിനപ്പുറത്ത് രക്ഷയ്ക്കാവശ്യമായിരിക്കുന്ന ദൈവിക പ്രമാണത്തെ, ദൈവിക കൽപ്പനകളെ പൂർണ്ണമായി പ്രമാണിച്ചുകൊണ്ട് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്ന സ്ഥിതിയെ ഗ്രഹിച്ച് മനസ്സിലാക്കി ആ നിലകളിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.